ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു മിൽക്ക് ഷേക്കാണ്. അതായത് ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ ബിയർ, ഈ സാധനങ്ങൾ കൊണ്ട് നല്ല അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ മിൽക്ക് ഷേക്കിൻ്റെ പേരുന്നത് ബിയർ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ബിയർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകാം. ആദ്യം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെയ്യുന്നത് തുടങ്ങാം. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വെള്ള കളറിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചുമൽ നമ്മുടെ ആ റോസ് കളർ ഉണ്ടല്ലോ, ആ റോസും വൈറ്റും ആയിരുന്നു ഞാൻ തിരക്കി പോയത്, പക്ഷേ കിട്ടിയില്ല, വൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അവക്കാഡോ ജസ്റ്റ് നടുക ഒന്ന് റൗണ്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇതിൻ്റെ നടുക്കലത്തെ കുരു എടുത്ത് കളയുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇനിയിപ്പം ഇതിനകത്ത് ഒരു സ്പൂൺ വെച്ച് നമുക്കിതിനകത്തെ ആ സാധനം, ഈ അവക്കാഡോ ഉണ്ടല്ലോ നല്ല അടിപൊളി, നമ്മുടെ ആരോഗ്യത്തിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്കും കൂടാണ്. നമ്മളൊരു ബിയർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ബിയർ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള സംഗതി തന്നെ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അരച്ച് വെച്ചേക്കാൻ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് നമ്മളാളെ നല്ല ഐസ് കട്ടിപ്പാൽ, ഇത് ഫ്രീസറിനകത്ത് വെച്ച് നല്ല കരിങ്കല്ല് മാതിരി ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഐസ് കട്ടിപ്പാൽ നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു വലിയ പണിയായിരുന്നു, കാരണം ഐസ് ഉടച്ചെടുക്കാനായിട്ടൊരു കുറച്ച് പണി വിട്ട്. ഈ ഐസ് പാലും കൊണ്ട് ഇതിനകത്ത് ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാലും നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം കൂടെ നല്ല അടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ബിയർ, അപ്പം കുറച്ച് ബിയറും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് നമ്മുടെ ബൂസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് നമ്മൾ നെയ്ക്കകത്ത് എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും കൂടെ നല്ലപോലെ നമുക്ക് അടിച്ച് സെറ്റാക്കി എടുക്കാം. ലാസ്റ്റ് നമ്മുടെ ഐറ്റം കുറച്ച് ഐസ്ക്രീം. ഐസ്ക്രീം കൂടെ ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിയർ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പം അതിനു മുമ്പ് ചെറിയ ഒരു അഹങ്കാരത്തിനും ഒരാഡംബരത്തിനും 2 ഗ്ലാസ്സിലേക്കും കുറേശ്ശെ ഇതിലേക്ക് ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക്, ഉണ്ടെങ്കിൽ ചെറിയൊരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് ബർമസിൽ പല പല കളറിൽ മുകളിലേക്ക് ഒരു ചെറി. അപ്പോൾ അങ്ങനെ നമ്മുടെ
ബിയർ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ നല്ല കിടിലൻ ബിയർ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം സരിതയ്ക്കാണ് കൊടുക്കുക. ഇന്ന് നമ്മൾ പൊന്നിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബിയർ കാര്യങ്ങൾ മിക്സ് ചെയ്തേക്കുന്നത് പൊന്നി ഇല്ലാതെ ഉള്ളത്. ഒന്നാമത് പൊന്നി സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സരിതയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് പറ. അപ്പോൾ നമ്മുടെ ബിയർ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ സരിത ചിയേഴ്സ്. ടേസ്റ്റ് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ടോ നോക്കി. ഒരു വെറൈറ്റി ടേസ്റ്റ്. അതായത് എന്താ പറയുക, ആ ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റും ആ ബിയറിൻ്റെ ടേസ്റ്റ് അറിയാനില്ലല്ലോ. അവക്കാഡോയുടെ ഒരു ചെറിയൊരു എടുത്ത് നിൽപ്പുണ്ട്. അത് പിന്നെ ആ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ. ആ ബിയറിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ബിയർ ചേർത്തിട്ടുണ്ടെന്നുള്ള ഒരു ഇതേ വരുന്നില്ല. നല്ല അടിപൊളി. നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം കൂടെ ഒരു പ്രത്യേക ആ ഒരു വെറൈറ്റി ടേസ്റ്റ്. സംഭവം കൊള്ളാം, അടിപൊളി. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് എന്താ പറയുക, ബിയർ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമൊന്നുമല്ല. ഹാനികരമാണെങ്കിൽ ഹാനികരമാണ്, ഓവറായ ഹാനികരമാണ്. ശകലമൊക്കെ ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത് സംഭവം ചെക്ക് ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ ബൈ. ചിയേഴ്സ്. വീണ്ടും